ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 28. രാഷ്ട്രപതിയുടെ പ്രസംഗം നൽകുന്ന മുന്നറിയിപ്പ്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗം വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ 10 വർഷത്തെ ഭരണ നേട്ടമെന്ന നിലയിൽ നരേന്ദ്രമോദി അവതരിപ്പിച്ച ഇല്ലാത്ത കാര്യങ്ങളുടെ ആവർത്തനമായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കൊണ്ട് വായിപ്പിച്ച പ്രസംഗം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക മേഖലയിലെ പ്രതിസന്ധി തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങളെയൊന്നും പരാമർശിച്ചില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ച മാത്രമാണ് ഈ സർക്കാരെന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും വ്യക്തമാക്കുകയാണ് ഇതിലൂടെ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടിയെപ്പറ്റി മൗനം പാലിച്ചപ്പോൾ ഇന്ത്യയുടെ വികസനം യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ 3-ാം തവണയും ഭൂരിപക്ഷത്തോടെ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചുവെന്നും അവകാശപ്പെടുന്നു. സ്ഥിരതയാർന്ന സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനാണ് ജനങ്ങൾ മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെന്ന വസ്തുതയിൽ നിശബ്ദത പാലിച്ചു. വികസിത ഭാരതത്തിലും സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിലുമുള്ള വിശ്വാസവും 10 വർഷത്തെ മികച്ച ഭരണത്തിനുള്ള അംഗീകാരവുമാണ് 3-ാമതും അധികാരത്തിലെത്താൻ കാരണമായതെന്നും പ്രസംഗത്തിലുണ്ട്. രാജ്യത്തിൻ്റെ വികസനം സാക്ഷാത്കരിക്കാൻ പരിഷ്കാരങ്ങൾ വേഗത്തിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ അസമത്വവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്നാണ് സൂചന നൽകുന്നത്. സഹകരണ ഫെഡറലിസത്തിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത സംരക്ഷിക്കുമെന്നും സംസ്ഥാനങ്ങൾ തമ്മിൽ നിക്ഷേപം ആകർഷിക്കാൻ ആരോഗ്യപരമായ മത്സരം ഉയർത്തിക്കൊണ്ടുവരണമെന്നും പ്രസംഗത്തിൽ പറയുന്നുണ്ട്. നിർമ്മാണ, കാർഷിക, സേവന മേഖലകൾക്ക് തുല്യ പ്രാധാന്യം നൽകി വലിയ തോതിൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തുമെന്നും അവകാശപ്പെടുന്നതല്ലാതെ രൂക്ഷമായ തൊഴിലില്ലായ്മയെപ്പറ്റി മിണ്ടിയില്ല. സേനാ വിഭാഗങ്ങളെ ആധുനികവൽക്കരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അഗ്നിപഥ് പദ്ധതിയെപ്പറ്റി മൗനം പാലിച്ചു. അടിയന്തരാവസ്ഥയെപ്പറ്റിയും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ചു. കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന എല്ലാ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും നേരിട്ടുവെന്നും ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും പലതവണ ആക്രമിക്കപ്പെട്ടുവെന്നും പറഞ്ഞു. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണത്തിൻ്റെ ഏറ്റവും വലുതും ഇരുണ്ടതുമായ അധ്യായമായിരുന്നു. ഇതിൽ രാജ്യം മുഴുവൻ രോഷാകുലരായി. എന്നാൽ റിപ്പബ്ലിക്കിൻ്റെ പാരമ്പര്യങ്ങൾ ഇന്ത്യയുടെ കാതലായതിനാൽ ഭരണഘടനാ വിരുദ്ധ ശക്തികൾക്കെതിരെ രാജ്യം വിജയിച്ചുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. ജനാധിപത്യ പാരമ്പര്യം രാജ്യം ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണെന്ന് രാഷ്ട്രപതി ആവർത്തിച്ച് പറഞ്ഞപ്പോഴും പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനുള്ള പ്രാധാന്യത്തെപ്പറ്റി ഒരു വാക്കുപോലും സൂചിപ്പിച്ചില്ല. 10 വർഷത്തെ പോലെ ഇനിയും സ്വേച്ഛാധിപത്യ നയങ്ങളും ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും തുടരുമെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ സഭയിൽ ഭരണപക്ഷത്തിൻ്റെ മാത്രം സ്പീക്കറായ അദ്ദേഹം പ്രതിപക്ഷ ശബ്ദത്തെ തുടർച്ചയായി അടിച്ചമർത്തുകയും ചെയ്തു. സർക്കാരിൻ്റെ നയങ്ങളും ചർച്ചകൾക്ക് അവസരം കൊടുക്കാതെ പാസാക്കുകയും രാജ്യം നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ പ്രതിപക്ഷ സഭയിൽ ഉന്നയിക്കുന്നത് തടയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞകാല നിലപാടുകൾക്ക് സമാനമായ സമീപനങ്ങളാണ് ഇത്തവണയും ഉണ്ടാകുകയെന്നാണ് ഓം ബിർളയുടെ ആദ്യ ദിവസത്തെ നടപടികൾ തെളിയിക്കുന്നത്. സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർള ചുമതലയേറ്റ് ആദ്യ നടപടിയായി അടിയന്തരാവസ്ഥ സംബന്ധിച്ച പ്രമേയം അവതരിപ്പിക്കുക വഴി ആ പദവിക്കാണ് കളങ്കം വരുത്തിയത്. അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കടത്തുകേടുകളിൽ ഒന്നാണെന്ന് അംഗീകരിച്ച കാര്യമാണ്. എന്നാൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയായിരുന്നു കഴിഞ്ഞ 10 വർഷം രാജ്യം കടന്നുപോയതെന്ന കാര്യം മറന്നുകൂടാ. മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ എത്രത്തോളം പരിഹാസ്യമാക്കാമെന്ന് കഴിഞ്ഞ സഭയുടെ അവസാന സമ്മേളനത്തിലെ കൂട്ടപ്പുറത്താക്കലിലൂടെയും തെളിയിച്ചതാണ്. ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞ തവണ തയ്യാറായില്ല. അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്ന ന്യായവും ജനാധിപത്യപരവുമായ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. ഈ സർക്കാരിൽ നിന്നും ജനാധിപത്യ മര്യാദകൾ പ്രതീക്ഷിക്കരുതെന്നാണ് രാഷ്ട്രപതിയുടെ പ്രസംഗവും സ്പീക്കർ ഓം ബിർളയുടെ നടപടികൾ നൽകുന്ന മുന്നറിയിപ്പ്.